ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, ലൈക്ക് ചെയ്തിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ലോ ബൺ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് കാണാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പിക്ചറൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹെഡിൻ്റെ ഭാഗം ഓവൽ ഷേപ്പിൽ വരച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ ഭാഗം നോക്കിയിട്ട് സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു റൗണ്ടും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഇതുപോലെയാണ് വരച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മുകൾ ഭാഗത്തുള്ള പോർഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് സാറ്റിൻ സ്റ്റിച്ച് പോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് സെൻറ്റർ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കൂടുതൽ ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ സെൻറ്റർ ഭാഗത്ത് നിന്ന് തുടങ്ങി ഓരോ സ്റ്റിച്ചുകളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ഭംഗി കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് സെൻറ്റർ ഭാഗത്ത് നിന്ന് തുടങ്ങി അവിടെ നിന്ന് ഒരറ്റത്തേക്കായിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതിൻ്റെ ഇടയിലായിട്ട് ഓരോ സ്റ്റിച്ച് വീതം കൊടുത്തിട്ട് അറ്റം വരെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഭംഗി. നമുക്ക് എങ്ങനെ ഒരു ഹെയർ ഇരിക്കണേ അതുപോലെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതേ ഞാൻ ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഹെഡിന് വരച്ചിട്ടുണ്ടായിരുന്നില്ലേ പെൻസിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പേനയൊക്കെ വെച്ച് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുത്ത് കാണിക്കും. അപ്പോൾ പെൻസിലാണെങ്കിൽ അത് എടുത്ത് കാണിക്കില്ല. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വരച്ചതിൻ്റെ മുകളിൽ കൂടെ കറക്റ്റായിട്ട് തന്നെ സൂചി കുത്തി ഇറക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ ഷേപ്പ് തന്നെ നമുക്ക് കിട്ടിയാൽ ഇതിന് ഭംഗി ഉണ്ടാവുള്ളൂ. വേറെ സ്റ്റിച്ചൊന്നും മറ്റത്തു കൂടെ കൊടുക്കണില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ദേ ഇവിടെ ഞാൻ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഭാഗം കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അറ്റത്ത് എത്തിക്കഴിയുമ്പോൾ നമ്മൾ താഴെ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ താഴെ വൂവൻ റോസാണ് ചെയ്യാൻ പോണേ കേട്ടോ. വൂവൻ റോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റൗണ്ടിൽ നമ്മൾ 5 കാലുകളായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഒറ്റ സംഖ്യകളായിട്ടാണ് നമ്മൾ കാലുകൾ വരയ്ക്കേണ്ടത്. 5ൽ കുറയാൻ പാടില്ല കേട്ടോ. 7, 9 ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ 5 കാലുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓരോ അറ്റത്ത് നിന്നും സെൻറ്റർ ഭാഗത്തേക്കായിട്ട് ഞാൻ ഓരോരോ സ്റ്റിച്ചസ് ആയിട്ട് ഇതുപോലെ കൊടുക്കേണ്ട. കാല് മുഴുവനും കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്. 6 ഇഴ നൂല് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുക്കണേ കേട്ടോ. സെയിം കളർ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്തെടുത്താണത്. ഇനി നമുക്ക് 5 കാലുകളും പൂർത്തിയായതിനു ശേഷം ഏതെങ്കിലും ഒരു കാലിൻ്റെ ഇടയിൽ കൂടി സൂചി പൊന്തിച്ചെടുത്തിട്ട് ആ കാലിൻ്റെ അടിയിൽ കൂടി നമ്മൾ സൂചി കോർത്തെടുക്കുക. മറ്റേ കാലിൻ്റെ, അത് കഴിഞ്ഞിട്ടുള്ള കാലിൻ്റെ മുകളിൽ കൂടി നൂലെടുക്കുക. അതിനുശേഷം വരുന്ന കാലിൻ്റെ ഉള്ളിൽ കൂടിയാണ് എടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഒന്നിൻ്റെ അടിയിൽ കൂടിയാണെങ്കിൽ മറ്റൊന്നിൻ്റെ മുകളിലേക്ക് സൂചി എടുക്കണം അതുപോലെ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് ഞാൻ വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫുള്ളായിട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ദേ ഇവിടെ ഞാൻ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. 6 ഇഴ നൂല് എടുത്തിട്ടുണ്ട്. ഡ്രസ്സിന് മാച്ച് ആവുന്ന രീതിയിൽ നൂലെടുത്തിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം 3 പ്രാവശ്യം ചുറ്റിയതിന് ശേഷം താഴേക്ക് ഇറക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴേക്ക് ഇറക്കി കൊടുക്കുമ്പോൾ നൂല് ഓൾറെഡി നമ്മൾ തുന്നിയതിൻ്റെ ഉണ്ട്. അപ്പോൾ അത് കെട്ടാവാണ്ട് നോക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ആ റൗണ്ട് പോലെ ഇരിക്കുന്ന ഭാഗമായിട്ട് എല്ലാം ചെയ്യാൻ പോകണ്ട. നമ്മൾ 2 ഭാഗമായിട്ട് തിരിച്ചില്ലേ, ആ ഭാഗം അതുപോലെ തന്നെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ലോ ബൺ ഹെയർ സ്റ്റൈൽ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.